വന്യജീവി ആക്രമണം തടയാൻ സംസ്ഥാനത്ത് സോളാർ വേലി നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. 100 ദിവസത്തിനുള്ളിൽ 2500 കിലോമീറ്റർ സോളാർ വേലി പൂർത്തിയാക്കുമെന്നും ഈ വർഷം തന്നെ അത് 3000 കിലോമീറ്ററായി ഉയർത്തുമെന്നും മന്ത്രി അറിയിച്ചു. വയനാട്ടിൽ കടുവാ ഭീഷണി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ടെന്നും കാട്ടുപന്നി ആക്രമണം നിയന്ത്രിക്കാൻ നിയമപരിധിക്കുള്ളിൽ പ്രത്യേക ഡ്രൈവ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2 വർഷത്തിനുള്ളിൽ വന്യജീവി ആക്രമണം പൂർണ്ണമായി തടയുന്നതിനുള്ള സമഗ്ര കർമ്മ പദ്ധതി ആസൂത്രണം ചെയ്യുകയാണെന്നും മന്ത്രി വനം വകുപ്പ് ആസ്ഥാനത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കേരളത്തിൽ 2500 പരം കിലോമീറ്ററാണ് സോളാർ വേലി സ്ഥാപിച്ചിട്ടുള്ളത്. ഈ 100 ദിനം തീരുമ്പോഴത്തേക്കിന് അത് 2500 കിലോമീറ്ററാക്കി ഈ 100 ദിവസം കൊണ്ട് വർദ്ധിപ്പിക്കും. തുടർന്ന് ഈ വർഷം തന്നെ അത് 3000 വർദ്ധിപ്പിക്കും. ഇതാണ് ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്ലാൻ. വയനാടാണ് ഏറ്റവും പ്രശ്നമായി നിൽക്കുന്നത്. വയനാടിൻ്റെ കടുവയുടെ ക്യാരിയിങ് കപ്പാസിറ്റി, ഒരു കടുവയ്ക്ക് 20 സ്ക്വയർ കിലോമീറ്ററാണ് വേണ്ടത്. പക്ഷേ വയനാട് അങ്ങനെയല്ല, ഏറ്റവും അധികം കടുവയുടെ ശല്യമുണ്ട്. അന്വേഷിച്ചപ്പോൾ എന്താ കാര്യം? 20 സ്ക്വയർ കിലോമീറ്റർ ടെറിട്ടറി വേണ്ടിയ സ്ഥാനത്ത് വയനാട് കേവലം 4 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഒരു ടൈഗറിന് ഇപ്പോൾ ഉള്ള സ്പേസ്. എന്താണേലും ഞങ്ങളൊരു സംവിധാനം ഉണ്ടാക്കി ജൂൺ 15 മുതൽ ഈ വൈൽഡ് ലൈഫിനെ, ഈ 100 ദിവസത്തിനകം വൈൽഡ് ലൈഫിനെ നിയമപരമായി നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡ്രൈവ്, അതിൻ്റെ കൊല്ലാനുള്ള ഒരു ഡ്രൈവ് തന്നെ നമ്മൾ നടത്തുകയാണ്. കാരണം ഈ നാട്ടിലേക്ക്, വനത്തിനകത്തല്ല, വനത്തിൻ്റെ പുറത്തേക്ക് ഇത് ഏറ്റവും വലിയ കർഷകർക്ക് ഉപദ്രവമായി മാറിയ മേഖലയിൽ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഷൂട്ടേഴ്സ് ഇല്ലാത്ത പഞ്ചായത്തുകളിലേക്ക് മറ്റ് പ്രദേശത്തു നിന്ന് ഷൂട്ടേഴ്സിനെ കൊടുത്ത്, ഷാർപ്പ് ഷൂട്ടേഴ്സിനെ കൊടുത്ത് നിലവിലുള്ള നിയമങ്ങൾ ഊർജിതപ്പെടുത്തി ഈ വൈൽഡ് ലൈഫിൻ്റെ ഈ കൃഷിക്ക് ഏറ്റവും നാശം ഉണ്ടാക്കുന്നതിന് ഒരു അറുതി വരുത്താൻ വേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുകയാണ്.